ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ജീവനും ജീവിതവും പഠന പരമ്പരയുടെ 212 സെഷനിലേക്ക് എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഈ വിധത്തില് വചനം പഠിക്കുവാനായിട്ട് അനുവദിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്രയും ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ആഴ്ചയും ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് ദൈവവചനം പഠിക്കാനായിട്ട് ഉത്സാഹം കാണിക്കുന്നു എന്നുള്ളതിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, ഇത് സൂമിലൂടെ ജസ്റ്റ് നമ്മൾ അറിവ് പങ്കിടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതിന് ഓരോ വിധങ്ങള് നമ്മൾ ദൈവവചനത്തിലൂടെ ഈ പ്ലാറ്റ്ഫോം വഴി പഠിച്ചു വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളെ ശരിയാക്കുന്നതിൽ, നമ്മുടെ കുടുംബജീവിതത്തിലെ പാളിച്ചകളെ ശരിയാക്കുന്നതിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ശരിയാക്കുന്നതിൽ, നമ്മുടെ സഭായോഗത്തിലെ നമ്മുടെ കുറവുകൾ പരിഹരിക്കുന്നതിന്, അങ്ങനെ ദൈവവചനം പഠിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ദൈവത്തിന്റെ നാമം കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുന്നതിന് നമ്മുടെ ഈ പഠന പരമ്പര നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നതാണ് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നീട് ജോയിൻ ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഉപമയിൽ നിന്നാണ്. നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജോസ് എം പനശി സഹോദരനാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഉപമയുടെ പേര് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കള്ളക്കണക്ക് എഴുതിയ കാര്യസ്ഥന്റെ ഉപമ എന്നാണ് നമുക്ക് അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ പഠിപ്പിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഉപമകളിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷ പുസ്തകങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഉപമകളുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് വളരെ ലളിതമായിട്ടുള്ള ലാംഗ്വേജിൽ കാര്യങ്ങൾ പറയുകയും, എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു പല ചോദ്യങ്ങളും ചോദിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഇന്ന് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യ വിചാരകത്തിന്റെ ബന്ധത്തിലുള്ള ഒരു ഉപമയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയ ജോസ് സഹോദരൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരവും സാഹചര്യവും ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്നുള്ള ഈ പഠനവും നമുക്കൊരു അനുഗ്രഹമായി തീരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ പ്രയോജനമുള്ള ഒരു ജീവിതമായിട്ട് തീരണം എന്ന ഉദ്ദേശത്തിലാണ് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇന്നും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് കൂടി വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ ചരിത്രത്തിൽ വളരെ നിസ്തുല്യമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ബൈബിള് വായിക്കുമ്പോൾ, പുതിയ നിയമം വായിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ പഠിപ്പിക്കലുകളും പ്രഭാഷണങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രധാനമായി ക്രിസ്തുവിൻ്റെ നിസ്തുല്യത തന്നെയാണ് അതിലൂടെ വെളിപ്പെട്ടു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ശ്രോതാക്കളെ അറിവിൻ്റെ ഉന്നതകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതും അവരെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതുമായ ഉപദേശങ്ങളാണ് എന്നത് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: യേശു എല്ലാ അധ്യാപകരുടെയും ഗുരുവും എല്ലാ ഗുരുക്കന്മാരുടെയും അധ്യാപകനുമാണ് എന്ന് പറയാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആർക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഏത് തത്വചിന്തകനാണെങ്കിലും ഏത് ചരിത്രകാരനാണെങ്കിലും ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും യേശുക്രിസ്തുവിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ആ നിലയിൽ ലോക ചരിത്രത്തിലെ നിസ്തുല്യമായ കാര്യമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം.
അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനമായ ബൈബിളില് കർത്താവിന്റെ ഉപദേശങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടാണ് കർത്താവ് സംസാരിച്ചത് എന്നാണ്. മറ്റുള്ളവരുടെ അഥവാ അന്നത്തെ മത നേതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ പോലെ ആയിരുന്നില്ല. മറ്റുള്ളവരുടെ വാക്കുകളെയോ പാരമ്പര്യങ്ങളെയോ കടമെടുക്കാതെ സത്യം എന്താണ് എന്ന് ബോധ്യമുള്ള, അതിന്മേൽ അധികാരമുള്ള ഒരു ഭരണാധികാരിയെ പോലെയാണ് കർത്താവ് സംസാരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രോതാക്കളായ ശത്രുക്കൾ പോലും ഏറ്റുപറയുവാൻ ഇടയായ തരത്തിലുള്ള പഠിപ്പിക്കലുകളും ഉപദേശങ്ങളുമായിരുന്നു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ അവ ദൈവത്തിന്റെ വചനമായ ബൈബിളില് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ 1/3 ഉപമകളിലൂടെയാണ് കർത്താവ് ശ്രോതാക്കളോട് സംസാരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. പുതിയ നിയമത്തില് ഒരുപക്ഷെ യേശു ക്രിസ്തു മാത്രമാണ് ഉപമകളിലൂടെ സംസാരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തോലിക എഴുത്തുകളില് ഉപമകൾ അധികം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. തീരെയില്ലെന്നല്ല, കാണാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആണ് തൻ്റെ ഉപദേശങ്ങളെല്ലാം ഉപമകളിലൂടെ വെളിപ്പെടുത്താനായിട്ട് തീരുമാനിച്ച് അനേക ഉപമകളിലൂടെ കർത്താവ് സത്യങ്ങൾ ശ്രോതാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് നമുക്ക് കാണാം. കർത്താവിൻ്റെ ഉപമകള് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പുതിയ നിയമത്തിലെ 3 സുവിശേഷങ്ങളിൽ, ആദ്യത്തെ 3 സുവിശേഷങ്ങളിലാണ് ഉപമകൾ മിക്കവാറും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമകൾ പരിശോധിച്ചാൽ കർത്താവിന്റെ ഉപമകളിൽ പലതും ഭൗതികമായിരിക്കുന്ന സമ്പത്തും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട ഉപമകളാണ്. ഭൗതിക സമ്പത്തിനോട് ബന്ധപ്പെട്ട തരത്തിലുള്ള പല ഉപമകളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കാണിക്കുന്നത് അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും ശിഷ്യന്മാര് ദൈവമക്കൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. ധനികനായ ഭോഷന്റെ ഉപമ, താലന്തിന്റെ ഉപമ, ധനവാന്റെയും ലാസറിന്റെയും ഉപമ, അങ്ങനെയുള്ള പല സംഭവങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സത്യങ്ങൾ കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അത്തരത്തിലുള്ള ഒരു ഉപമയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മളെല്ലാവരും ആ വേദഭാഗം വായിച്ചിട്ടുള്ളവരാണ് എന്ന നിലയിൽ ഞാൻ ആ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഞാൻ വായിക്കുന്നില്ല ഇപ്പോൾ. എങ്കിലും ഇടയ്ക്ക് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ വേദഭാഗം വായിക്കാനായിട്ട് സാധിക്കും. ഈ 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ, അല്ലെങ്കിൽ കള്ളക്കണക്കെഴുതിയ കാര്യസ്ഥന്റെ ഉപമ, അല്ലെങ്കിൽ ബുദ്ധിമാനായിരിക്കുന്ന കാര്യസ്ഥന്റെ ഉപമ എന്നൊക്കെ പലരും പറയാറുണ്ട്. പല നിലയിലും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത് ആ ഉപമയുടെ ഒരു ഉള്ളടക്കത്തിലും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഉപമയ്ക്ക് അങ്ങനെയുള്ള ഹെഡിങ്ങുകൾ നൽകുന്നത്. ഏതു തരത്തിൽ ആ ഉപമയെ വിശേഷിപ്പിച്ചാലും അതിൻ്റെ ആശയത്തിന് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ ഈ ഉപമ ബൈബിളിലെ തന്നെ മറ്റ് വേദഭാഗങ്ങളെ അപേക്ഷിച്ച് അല്പം ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഉപമയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. അതിനുള്ള കാരണം പ്രധാനമായും കള്ളത്തരം കാണിച്ച
കാര്യസ്ഥനെ യജമാനൻ പ്രശംസിക്കുന്നതായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ വേദഭാഗം നമ്മൾ ശരിയായി പരിശോധിക്കുമ്പോൾ അവിശ്വസ്തനായിരിക്കുന്ന കാര്യസ്ഥന്റെ കള്ളക്കണക്കുകൾ അല്ലെങ്കിൽ കള്ളത്തരം, ആ പ്രവൃത്തി, അതിനെ നോക്കി യജമാനൻ പ്രശംസിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചതിവും വഞ്ചനയും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദിവസവും പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും അത്തരം സംഭവങ്ങൾ നമ്മൾ വായിക്കുകയും നമ്മൾ നിരീക്ഷിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളാണ്. ചില സംഭവങ്ങൾ നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും, മിടുക്കൻ, കൊള്ളാമല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ പ്രവൃത്തി ചെയ്തതായിരിക്കുന്ന ആളുടെ പ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കുന്നുവെന്നോ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നോ അതിന് അർത്ഥമാക്കുന്നില്ല. മറിച്ച് അതിന് പുറകിലുള്ളതായിരിക്കുന്ന അയാളുടെ ആസൂത്രിതമായ നീക്കങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന കൗശലങ്ങളും കണ്ടാണ് പലപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഉള്ളവരുടെ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് യേശുക്രിസ്തു ഈ ഉപമയിൽ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഉപമയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതൊരു ഉപമയാണോ സംഭവമാണോ എന്നതിലൊക്കെ തർക്കമുണ്ട്. ഒരുപക്ഷെ ചുറ്റുവട്ടത്തിലെങ്ങാൻ ആ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യമാകാം, അല്ലെങ്കിൽ കർത്താവിന്റെ ഓർമ്മയിൽ ജ്വലിച്ചു നിന്ന ഒരു സംഭവം ശിഷ്യന്മാരോടുള്ള സംഭാഷണത്തിനിടയിൽ യാദൃശ്ചികമായി കടന്നു വന്നതാകാം. മറ്റു ചിലപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്ന വിധം നടന്ന സംഭവം പോലെ ഒരു കഥ പറയുന്നതായിരിക്കാം. ഇനി അതെന്താണെങ്കിലും, ഉപമയാണെങ്കിലും സംഭവമാണെങ്കിലും, കർത്താവ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതായ ആശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ഉപമയുടെ യഥാർത്ഥ ഉദ്ദേശം കള്ളത്തരത്തെയോ അഴിമതിയെയോ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഭൗതിക സമ്പത്ത്, ഭൗതിക നന്മകൾ ആത്മീയവും ശാശ്വതവുമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വിവേകത്തോടെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നതിനാണ് കർത്താവ് ശിഷ്യന്മാരോട് ഈ ഉപമ പറഞ്ഞത് എന്ന് പൊതുവെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. സമ്പത്തിന്റെ ശരിയായതും തെറ്റായതുമായ ഉപയോഗത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ അധ്യായത്തിൽ തന്നെ 2 ഉപമകളിലൂടെ കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. തുടർന്ന് വരുന്നത് ധനവാന്റെയും ലാസറിന്റെയും കഥയാണ്. അപ്പൊ അതിലൂടെയും അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് ഈ ഉപമയിലൂടെ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായിരിക്കുന്ന സമ്പത്ത് ആത്മീയവും ശാശ്വതവുമായിരിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ കഥ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യവിചാരകനെ നമുക്ക് 2 നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്നാമത്തെ നിലയെന്ന് പറയുന്നത് അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വേദഭാവം ഒന്ന് വായിക്കാം. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. അപ്പോ ഇതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. കർത്താവ് അങ്ങനെ ഒരു ഉപമ പറയുക. ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു നോക്കിയാൽ
യജമാനനോട് തികച്ചും അവിശ്വസ്തത പുലർത്തിയ ഒരു കാര്യവിചാരകന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഭോഷനായ ഒരു കാര്യവിചാരകനായിരുന്നു എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരാണ് കാര്യവിചാരകന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ ഒരിക്കലും സമ്പത്തിന്റെ ഉടമയല്ല. യജമാനന്റെ ലാഭത്തിനു വേണ്ടി അവന്റെ സമ്പത്ത് ഉപയോഗിക്കാനും വിനിമയം ചെയ്യാനും ഒക്കെ നിയോഗിക്കപ്പെട്ട ആ നിലയിൽ പദവിയുള്ള ഒരു വ്യക്തിയാണ് ഈ കാര്യവിചാരകൻ. ഒരു കാര്യവിചാരകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യജമാനനെ വിശ്വസ്തയോടെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്. തൻ്റെ ചുറ്റുമുള്ള സമ്പത്തിലേക്ക് അവൻ നോക്കുമ്പോൾ അത് യജമാനൻ്റെതാണ് എന്ന ബോധം കാര്യവിചാരകന് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അത് വ്യക്തിപരമായി തനിക്കുള്ളതല്ല. അതുകൊണ്ട് യജമാനന് ലാഭം വരുന്ന വിധത്തിലും അവന് പ്രസാദകരമായിരിക്കുന്ന നിലയിലും അവന്റെ സമ്പത്ത് വിനിമയം ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യവിചാരകനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യസ്ഥൻ തികച്ചും അവിശ്വസ്തമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഭോഷത്വമായിട്ടാണ് ആദ്യം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. തൻ്റെ സ്ഥാനം മറക്കുകയും താൻ ഉടമസ്ഥൻ എന്ന നിലയിൽ ഇഷ്ടം പോലെ ഉടമസ്ഥന്റെ സമ്പത്ത് ഉപയോഗിക്കുകയും അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അവൻ യജമാനന്റെ വസ്തുവക നാനാവിധമാക്കിയ മുടിയനായ ഒരു കാര്യവിചാരകനായിട്ട് അവൻ മാറി തികച്ചും അവിശ്വസ്തയോടുകൂടെ പ്രവർത്തിച്ച ഒരു കാര്യവിചാരകനെയാണ് കർത്താവ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ള അവിശ്വസ്തതയിൽ മുമ്പോട്ട് പോയ കാര്യവിചാരകനെ സംബന്ധിച്ച് യജമാനൻ കേൾക്കുകയും തൻ്റെ സമ്പത്തിന്റെ കണക്ക് ബുക്കും ഒക്കെ ഹാജരാക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി നീ എൻ്റെ കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും അവന് നൽകി. താൻ അത് നിഷേധിക്കുകയോ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. തനിക്ക് മനസ്സിലായി യജമാനൻ തന്നെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് താൻ അത് നിഷേധിച്ചില്ല. എന്നാൽ കർത്താവ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ ഒരു കാര്യവിചാരകത്വമാണ്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വിശ്വസ്തയോടുകൂടെ കാര്യവിചാരകത്വം നടത്തുന്നുണ്ട് എന്ന കാര്യം നാം പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം നമ്മുടെ സമയത്തിന്റെ കാര്യവിചാരകന്മാരാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളുടെയും കൃപാവരങ്ങളുടെയും കാര്യവിചാരകന്മാരാണ്. എല്ലാറ്റിലുപരി സുവിശേഷത്തിന്റെ കാര്യവിചാരകന്മാരാണ്. നമ്മുടെ ഭൗതിക സമ്പത്തിന്റെ കാര്യവിചാരകന്മാരാണ്. അപ്പോ ദൈവം നമ്മളെ ഏൽപ്പിച്ച പല കാര്യങ്ങളുണ്ട്, നമ്മെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് കണക്ക് കൊടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന വിധത്തിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അല്പമാണെങ്കിലും അധികമാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് അവ സ്വരൂപിച്ചതിലും ഉപയോഗിച്ചതിലും ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദശാംശം കർത്താവിന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇഷ്ടം പോലെ വിനിയോഗിക്കുന്നതല്ല യഥാർത്ഥ കാര്യവിചാരകം, സാമ്പത്തിക കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. മുഴുവൻ സമ്പത്തും ദൈവത്തിന് പ്രസാദകരമായി അവന്റെ ഹിതപ്രകാരം ഉപയോഗിക്കുക എന്നതാണ് ശരിയായിരിക്കുന്ന കാര്യവിചാരകത്വം. ഭൗതികമായി ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന് പ്രസാദകരമായി, ദൈവത്തിന്റെ ഹിതപ്രകാരം വിനിയോഗിക്കുക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നാം വിശ്വസ്തരായിരുന്നാൽ കർത്താവിൽ നിന്ന് നമുക്ക് പ്രശംസയും പ്രതിഫലവും ഒക്കെ ലഭിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും ദൈവത്തോട് നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ഈ
കാര്യവിചാരകനെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരേണ്ട ഒരു ചിന്തയാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഈ കാര്യവിചാരകന്റെ പ്രവർത്തനങ്ങളുടെ ഒരു രണ്ടാം ഭാഗത്തെ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് വളരെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ച ഒരു കാര്യവിചാരകനെയാണ് നമ്മൾ കാണുന്നത്. ഈ ആള് തന്റെ ജോലിയിൽ നിന്ന് യജമാനൻ നീക്കം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ തന്റെ ഭാവിയെ കരുതി താൻ ബുദ്ധിയോടുകൂടെ ചില നീക്കങ്ങൾ നടത്തി. അതുകൊണ്ട് നമുക്ക് പറയാം ബുദ്ധിമാനായിരിക്കുന്ന കാര്യവിചാരകനാണ്. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്ക് അറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട്, നിന്റെ കൈ ചീട്ട് വഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അവൻ ചെയ്തതായിരിക്കുന്ന കാര്യം. എന്നിട്ട് പറയാണ്, ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. അപ്പൊ അതുകൊണ്ടാണ് ബുദ്ധിമാനായിരിക്കുന്ന കാര്യവിചാരകൻ എന്ന് പറഞ്ഞാൽ തന്റെ ജോലി നഷ്ടമാകുമെന്ന് ഈ യജമാനന്റെ ദാസന് നന്നായിട്ട് മനസ്സിലായി. ജോലി നഷ്ടപ്പെടുമ്പോൾ ജീവിക്കാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നും തനിക്കുണ്ടായിരുന്നില്ല. ഭാവിയെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. ഭാവിക്ക് വേണ്ടി കരുതുവാനായിട്ട് താൻ ഒരു മാർഗം കണ്ടെത്തി. തന്റെ വക്രബുദ്ധിയിൽ ഉദിച്ചതായിരിക്കുന്ന മാർഗമാണ്. എങ്കിലും താൻ വളരെ ബുദ്ധിയോടുകൂടി ആലോചിച്ചൊരു മാർഗം കണ്ടെത്തി. യജമാനന്റെ കടക്കാരെ വിളിച്ചു വരുത്തി കടപ്പത്രങ്ങൾ തിരുത്തി എഴുതി കടം കുറച്ച് കാണിക്കുക, യജമാനന്റെ ചെലവിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു ഈ കാര്യവിചാരകന്റെ പദ്ധതി. ജോലിയിൽ നിന്ന് യജമാനൻ പിരിച്ചുവിടുമ്പോ അവർ തന്നെ പരിഗണിക്കണം. ജോലി നഷ്ടമായാൽ അവര് തന്നെ സഹായിക്കും എന്നുള്ള ചിന്തയിലാണ് ഈ ബുദ്ധിപരമായിരിക്കുന്ന നീക്കം നടത്തിയെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കാര്യവിചാരകൻ നടത്തിയതായിരിക്കുന്ന നീക്കത്തില് കടക്കാർക്ക് സന്തോഷമായി, തനിക്കും സന്തോഷമായി. കടക്കാർക്ക് കടം കുറച്ചു കൊടുക്കുന്നു. തന്നെ സംബന്ധിച്ച് തനിക്ക് തന്റെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു നീക്കം താൻ നടത്തിയ അയാളുടെ ഈ ബുദ്ധിപരമായിരിക്കുന്ന നീക്കത്തെയാണ് യജമാനൻ എന്ത് ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായിട്ട് തന്റെ ഭാവിയെക്കുറിച്ചുള്ള കരുതൽ, തന്റെ ഭാവിയെ സുരക്ഷിതമാക്കുവാനുള്ള നീക്കം യജമാനൻ മനസ്സിലാക്കിയപ്പോൾ അവനൊരു ബുദ്ധിമാനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവനെ പ്രശംസിക്കുന്നു. യജമാനെ വഞ്ചിച്ചതോ മറ്റുള്ളവരെ അവിശ്വസ്തരായിരിക്കാൻ പ്രേരിപ്പിച്ചതോ യജമാനൻ പ്രോത്സാഹിപ്പിച്ചതായിട്ടൊന്നും കാണുന്നില്ല. മറിച്ച് അവസരോചിതം ബുദ്ധിപരമായി പ്രവർത്തിച്ച കാര്യത്തെയാണ് യജമാനൻ പ്രശംസിച്ചത്. എന്നിട്ട് എന്താണ് ഒരു ആത്മഗതം എന്നോണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇതാണ്: വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവർ അല്ലോ. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ പ്രസ്താവനയാണോ, അല്ലെങ്കിൽ യജമാനൻ പറഞ്ഞ പ്രസ്താവന കർത്താവ് പറയുന്നതാണോ എന്നുള്ള സംശയമുണ്ട്. എന്നാൽ കർത്താവ് ഈ ഉപമ പറഞ്ഞതിന് ശേഷം വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ എന്ന് ഈ ഉപമ വിശദീകരിച്ചതിന് ശേഷം കർത്താവ് സ്വയമായിട്ടൊരു ആത്മകഥം ചെയ്ത് കർത്താവ് പറയുകയാണ്. വെളിച്ചത്തിന്റെ മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയില് ബുദ്ധിയേറിയവരല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ മക്കൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും സുഹൃത്തുക്കളെ നേടുന്നതിലും
സമ്പത്തുണ്ടാക്കി ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിലും വളരെ സമർത്ഥന്മാരാണ് എന്ന് കർത്താവ് പറയുക. ദൈവജനം സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിയോടെ ലോകത്തിലെ ജനങ്ങൾ ലൗകിക നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. അവരെ ഈ ലോകത്തിലെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും അതിനുവേണ്ടി അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തന്ത്രങ്ങൾ മെനയുകയും അവ വിജയത്തിലെത്തിക്കാനായിട്ട് ആവേശപൂർവ്വം അത്യധ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കർത്താവ് ഈ ലോകത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഈ ലോകത്തിൽ അവരുടെ തലമുറയിൽ മാത്രം നിലനിൽക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ ബുദ്ധിയും ആവേശവും ഒക്കെ കാണിക്കുന്നത് എന്ന് കർത്താവിന്റെ വാക്കുകളിൽ ഉണ്ട്. ഈ ലോകത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോഴും ഈ തലമുറയിൽ എന്ന് പറയുമ്പോഴൊക്കെ അതാണ് അർത്ഥമാക്കുന്നത്. ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യര് ഈ ലോകത്തിൽ അവരുടെ ഭാവിക്ക് വേണ്ടി വളരെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ അവരുടെ ആ ഒരു ജീവിത രീതി നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ദൈവജനം സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിയോടുകൂടെ ലോകത്തിലെ ജനങ്ങൾ ലൗകിക നേട്ടങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് പറയുന്നത്. വിശുദ്ധ ബെർണാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന, ചെകുത്താന്റെ രക്തസാക്ഷികൾ ദൈവത്തിന്റെ വിശുദ്ധരെ ലജ്ജിപ്പിക്കുന്നു. ഇവർ ജീവനിലേക്ക് ഓടുന്നതിനേക്കാൾ ആവേശത്തോടെ അവർ മരണത്തിലേക്ക് പായുന്നു. അപ്പോ നോക്കണം, ദൈവത്തിന്റെ മക്കളും ലോകത്തിലെ ആളുകളും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. ജീവനിലേക്ക് നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ആവേശത്തോടുകൂടെ ഈ ലോകത്തിലെ ആളുകൾ ഈ ലോകത്തിലെ സുരക്ഷിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലെ മനുഷ്യർ ബുദ്ധിയോടും ആവേശത്തോടും കൂടെ പ്രവർത്തിക്കുന്നത് പോലെ ദൈവമക്കൾ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്നറിഞ്ഞിട്ടും അതിനുവേണ്ടി ബുദ്ധിയോടും ആവേശത്തോടും കൂടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് യേശു പറഞ്ഞതിന്റെ ഒരു ആശയം. അതാണ് ഈ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ എന്ന് കർത്താവ് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് ഈ ഉപമയുടെ വെളിച്ചത്തിൽ കർത്താവ് 3 പ്രധാനപ്പെട്ട പ്രബോധനങ്ങളാണ് നൽകുന്നത്. അപ്പൊ ഈ ഉപമയുടെ വെളിച്ചത്തിലാണ് കർത്താവ് നൽകുന്നത്. അങ്ങനെ ഒരു ഉപമ കർത്താവ് പറഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് 3 മുന്നറിയിപ്പുകൾ പ്രധാനമായിട്ടും താഴേക്കുള്ള വേദഭാഗങ്ങളിൽ നൽകുകയാണ്. അതാണ് ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കർത്താവ് ഉപമയിൽ നിന്ന് ചില പാഠങ്ങൾ വിശ്വാസികൾ ഉൾക്കൊള്ളണം എന്ന നിലയിലാണ് കർത്താവ് തുടർന്ന് അതിൻ്റെ ഉള്ളടക്കം എന്നതുപോലെ ചില പ്രബോധനങ്ങൾ, ചില മുന്നറിയിപ്പുകൾ അവർക്ക് നൽകുന്നത്. ഒന്നാമത്, താഴേക്ക് പറയുന്ന വേദഭാഗം നമ്മൾ പരിശോധിച്ചാൽ, അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ നേടണം. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ആത്മീക സാഹചര്യങ്ങളും ഉപയോഗിച്ച് വളരെ ബുദ്ധിപൂർവം സ്നേഹിതന്മാരെ, ദൈവരാജ്യത്തിലേക്കുള്ള സ്നേഹിതന്മാരെ നേടണം. 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനായിട്ട് ഇടയാകും. ലോകത്തിലെ മനുഷ്യര് ഈ ഭൂമിയെ അവരുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് ലഭിച്ചതായ അവർക്ക് ലഭിച്ച ഭൗതിക സമ്പത്തിനെ വിനിയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളോട് പറയുന്ന കാര്യം, ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അവസരങ്ങളും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നമ്മൾ സ്നേഹിതന്മാരെ നേടണം. അതാണ് പറയുന്നത്. നിത്യതയിലേക്കുള്ള സ്നേഹിതന്മാരെ നമ്മൾ നേടണം. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുമെന്ന് നമുക്കറിയാം. പിന്നീട് ധനം സമ്പാദിക്കാനോ ചെലവഴിക്കാനോ നമുക്ക് കഴിയുകയില്ല. പിന്നീട് ഈ ഭൂമിയിൽ ഏതെങ്കിലും നിലയിൽ അധ്വാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല, എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ തലമുറയിൽ ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപൂർവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്,
നമുക്ക് നൽകിയ അവസരവും നമുക്ക് നൽകിയ സമ്പത്തും നമുക്ക് നൽകിയ കഴിവുകളും ഒക്കെ ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ സമ്പാദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നമ്മെ ഒരു ദിവസം സ്വർഗത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നത് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നേടിയിട്ടുള്ള ആളുകളായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ തങ്ങളുടെ ആശയോ സന്തോഷമോ കിരീടമോ പ്രശംസാ കിരീടമോ നിങ്ങളാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതായിരിക്കുന്ന വാക്ക് ഇത്തരുണത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന വാക്കാണ്. തെസലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാ. പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ആത്മാക്കളെ നേടുന്ന ഒരു മനുഷ്യനായിരുന്നു. ആത്മാക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അവരെ ആത്മീകമായി നിലനിർത്തുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്നതിനായിട്ട് താൻ അത്യധ്വാനം ചെയ്തൊരു മനുഷ്യനാണ്. പൗലോസ് പറയുന്നത് എന്റെ പ്രശംസാ കിരീടം നിങ്ങളാകുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപാകെ ഞങ്ങളുടെ ആശയും ഞങ്ങളുടെ സന്തോഷവും നിങ്ങളാകുന്നു. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചും കർത്താവ് പറയുന്നത്, കർത്താവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഭൗതിക സമ്പത്ത് കൊണ്ടും സ്നേഹിതന്മാരെ നാം നേടണം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതവും സമ്പത്തും ഒരു നാളിൽ അവസാനിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതവും സമ്പത്തും എല്ലാം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണമെന്നാണ് യേശു ക്രിസ്തു പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാവി ജീവിതത്തിന് വേണ്ടി യാതൊരു കരുതലുമില്ലാതെ നമ്മുടെ സമ്പത്തും അവസരങ്ങളും നമ്മുടെ സാധ്യതകളും ഒക്കെ പാഴാക്കുന്നത് ഒട്ടും ബുദ്ധിപരമായിരിക്കുന്ന ഒരു ജീവിതമല്ല, ഒട്ടും ബുദ്ധിപരമായിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഭൗതികമായിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെല്ലാം ദൈവരാജ്യത്തിലേക്ക് ആളുകളെ നേടുന്നതിനായിട്ട് നാം വിനിയോഗിക്കണം. അതാണ് കർത്താവ് നമുക്ക് നൽകുന്നതായിരിക്കുന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ്. അത് ബുദ്ധിയുള്ള ഒരു കാര്യവിചാരകന്റെ ലക്ഷണമാണ്. ഈ ഭൂമിയിൽ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ബുദ്ധിപരമായിരിക്കുന്ന നീക്കം, ബുദ്ധിപരമായിരിക്കുന്ന പദ്ധതി യഥാർത്ഥത്തിൽ അതാണ് എന്ന് കർത്താവ് പറയുന്നു. ആളുകളെ നേടുക, ആത്മാക്കളെ നേടുക, വിശ്വാസികളെ ആത്മീകമായി വളർത്തുക, ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം. അതിനുവേണ്ടി ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും ഏറ്റവും ബുദ്ധിയോടുകൂടെ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഭൗതിക സമ്പത്ത് നേടുന്നതിലും ചെലവഴിക്കുന്നതിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? അപ്പൊ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഭൗതിക സമ്പത്ത് നേടുന്നതിലും ചെലവഴിക്കുന്നതിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതാണ് കർത്താവ് നൽകുന്ന രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത്. ഇവിടെ ഭൗതിക സമ്പത്തിനെ കുറിച്ച് 3 പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ നമുക്ക് കാണാം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ എന്നിങ്ങനെയുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാം. അത്യല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ, അല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ എന്നൊക്കെയുള്ള ഒരു പ്രയോഗം പോലെ തന്നെയാണ്. അല്പ പ്രയോജനം മാത്രമുള്ളതാണ് ഭൗതികമായിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യല്പത്തിൽ, അങ്ങനെയുള്ള ഭൗതികമായിരിക്കുന്ന സമ്പത്തിൽ, താൽക്കാലികമായിരിക്കുന്ന സമ്പത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. പിന്നെ പറയുന്ന അനീതിയുള്ള മാമോൻ. അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ അനീതിയുള്ള
അനീതി നിറഞ്ഞ ലോകത്ത് നമ്മൾ നേടിയതായിരിക്കുന്ന സമ്പത്ത് എന്നുള്ളതാണ്. അനീതിയിലൂടെ നേടിയ സമ്പത്ത് എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. അനീതി നിറഞ്ഞ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമ്പത്താണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന സമ്പത്ത്, ആ മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ നേടിക്കൊള്ളുക എന്നാണ്. യഥാർത്ഥമല്ലാത്തതായിരിക്കുന്ന സമ്പത്ത്, നിലനിൽക്കാത്തതായിരിക്കുന്ന സമ്പത്ത് എന്നൊക്കെയുള്ളതായിരിക്കുന്ന ആശയമാണ് അതിനുള്ളത്. അപ്പോ ഒരുപക്ഷെ എന്താണ്, സ്വന്തമാണെന്നും ശാശ്വതമാണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമ്പത്ത്, അതാണ് ഭൗതികമായിരിക്കുന്ന സമ്പത്തിന്റെ ഒരു അപകടം. തെറ്റായിരിക്കുന്ന സുരക്ഷിതത്വ ബോധവും സന്തോഷവും നമുക്ക് നൽകുന്നതാണ് പലപ്പോഴും ഭൗതിക സമ്പത്ത്. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയാനും ഉള്ള സ്വാധീന ശക്തി അതിനുണ്ട്. അതുകൊണ്ട് അനീതിയുള്ള ഈ സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം? അനീതിയുള്ള സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ നേടുക. പിന്നെ പറയുന്ന ഒരു പ്രയോഗം അന്യമായതെന്നാണ്. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അന്യമായെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമല്ലാത്തത് എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നിസാരമായ, യഥാർത്ഥമല്ലാത്ത, സ്വന്തമല്ലാത്ത സമ്പത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ഈ ഭൗതികമായിരിക്കുന്ന ലോകത്ത് മാത്രം താൽക്കാലികമായി ഉപയോഗിക്കാൻ കഴിയുന്ന സമ്പത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നാണ്. ഭൗതിക സമ്പത്തിൽ വിശ്വസ്തരായവർ മാത്രമാണ് ആത്മീക ജീവിതത്തിലും വിശ്വസ്തരായിട്ട് ഇരിക്കാനായിട്ട് കഴിയുള്ളൂ. അത് അവിടെ പറഞ്ഞത് അത്യല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനാണ്. അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവനാണ്. അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായി നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? എന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്തിൽ വിശ്വസ്തരായവർ ആത്മീക ജീവിതത്തിലും വിശ്വസ്തരായിരിക്കും. ഭൗതികത്തിൽ നിന്ന് ആത്മീക ജീവിതം നമുക്ക് വേർതിരിക്കാനായിട്ട് കഴിയില്ല. അത് ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ആത്മീകമായിരിക്കാനും പണം തെറ്റായിരിക്കുന്ന നിലയിൽ ഉപയോഗിക്കാനും കഴിയില്ല. ദൈവിക കാര്യത്തിലും വേദശാസ്ത്രത്തിലും ഒക്കെ യാഥാസ്ഥിതികരാണ് പലരും. അതേസമയം പണത്തിന്റെ കാര്യം വരുമ്പോൾ യാതൊരു യാഥാസ്ഥിതികയും ഇല്ല. ഇത് യോജിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതികമായിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വിലയുള്ളതും നിലനിൽക്കുന്നതും സ്വന്തമായുള്ളതും നമ്മുടെ ആത്മീക ജീവിതമാണ്. അതിൽ നമ്മൾ വിശ്വസ്തരാകാൻ ഭൗതിക സമ്പത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് മാത്രമേ പോവുകയുള്ളൂ. ഭൗതിക സമ്പത്ത് നേടുന്ന കാര്യത്തിൽ, അത് ചെലവഴിക്കുന്ന കാര്യത്തിൽ, മിച്ചം വയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ദൈവഹിതപ്രകാരം ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യണം. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യം. എങ്കിലേ നമ്മൾ ആത്മീകരാണ്, അല്ലെങ്കിൽ ആത്മീക സമ്പന്നരാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആത്മീകമായിട്ട് നമ്മൾ സമ്പന്നരാകണമെങ്കിൽ നമ്മൾ ഭൗതിക കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം. ഒരു മനുഷ്യന്റെ സ്വഭാവം താൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും പ്രകടമാകുന്നതാണ്. ശരിയായിരിക്കുന്ന ഉപദേശങ്ങളിൽ വിശ്വസിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ ചതിക്കുകയും വ്യാജം പറയുകയും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെടണം. ഭൗതികവും ആത്മീകവും എന്നങ്ങനെ വേർതിരിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിലെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും കൊണ്ട് നമ്മൾ വിശ്വസ്തരായി സത്യസന്ധരായിട്ട് ജീവിക്കണം. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഭാഗം നമ്മളൊന്ന് വായിച്ചു കേൾക്കുന്നത് നല്ലതാണ്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക്
നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ ആ വേദഭാഗത്ത് വായിക്കുന്ന എന്താണ്? ധനത്തിലല്ല, ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നന്മ ചെയ്ത് സൽപ്രവർത്തികളിൽ നമ്മൾ സമ്പന്നരാകണം. ദാനശീലരും ഔദാര്യമുള്ളവരുമായി വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ആ വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ ഭൗതികമായി ഈ ലോകത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ എന്താണ് വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം ഉറപ്പുവരുത്തുക എന്നത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. പണത്തിന്റെ കാര്യം വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ, കർത്താവിന്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിൽ സാമ്പത്തിക കാര്യവിചാരകത്തെ കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനിടയിലാണ് പൗലോസ് പറയുന്നത്, കർത്താവിന്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും സകല കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം. അതിന് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ശ്രമിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ പറയുന്ന കാര്യം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന ഭൗതിക വിഭവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആത്മീയതയും ഭൗതികതയും അത് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അത് നമുക്ക് വേർതിരിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ദൈവഹിതപ്രകാരം വിശ്വസ്തയോടുകൂടെ ഈ ഭൗതിക ലോകത്ത് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും, എല്ലാ സാധ്യതകളും, എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് കർത്താവ് അതിലൂടെ നമ്മെ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യം എന്നത്. സമ്പത്ത് നേടുന്ന കാര്യം, ചെലവഴിക്കുന്ന കാര്യം, മിച്ചം വയ്ക്കുന്ന കാര്യം എല്ലാം ദൈവത്തിന് പ്രസാദകരമായ വിധത്തിലായിരിക്കണം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ശിഷ്യന്മാരോട് കർത്താവ് അതാണ് പറയുന്നത്. ശിഷ്യന്മാരും ആ വിഷയത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ വേദഭാഗത്ത് പറയുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ്, ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. മൂന്നാമത് ഒരു കാര്യവും കൂടെ ആ വേദഭാഗത്ത് പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് പൂർണ്ണ സമർപ്പിതരും ഏകാഗ്ര ഹൃദയമുള്ളവരുമായിരിക്കണം. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പൊ അതാണ് കർത്താവ് നൽകുന്ന 3-ാമത്തെ നിർദ്ദേശം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? 2 യജമാനന്മാരെ ഒരേ സമയം സ്നേഹിപ്പാനോ സേവിപ്പാനോ നമുക്ക് കഴിയുകയില്ല. അത് വളരെ സത്യമാണ്. ഒരേ സമയത്ത് 2 ദിശയിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കാത്തതുപോലെ ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ട് കഴിയില്ല. അതാണ്, 2 വള്ളത്തിൽ കാല് ചവിട്ടിയാൽ സംഭവിക്കുന്നത് വെള്ളത്തിലേക്ക് ആള് വീണു പോകുന്നുള്ളതാണ്. വള്ളം അകലുമ്പോൾ ആള് വെള്ളത്തിൽ വീഴും എന്ന് പറഞ്ഞതുപോലെ 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. പണത്തെ സേവിക്കുന്നതാണ് നാം തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ ദൈവത്തെ സേവിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ദൈവത്തെ സേവിക്കുന്നത് തെരഞ്ഞെടുത്താൽ പണത്തെ സേവിക്കാനും കഴിയില്ല. ഒട്ടുമിക്കവാറും ആളുകൾ ഇത് രണ്ടും കൂടെ, വിശ്വാസികളിലുള്ളവര് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് പരീക്ഷിച്ച് നോക്കിയവരെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ദൈവത്തെ സേവിക്കാനായിട്ട് ശ്രമിച്ചാൽ പണത്തിന്റെ മുമ്പിൽ തോറ്റുപോകും. പണത്തെ സേവിക്കാനായിട്ട് ശ്രമിച്ചാൽ ദൈവത്തിന്റെ മുമ്പിലും നമ്മൾ പരാജയപ്പെടും. 2 പേരെയും സേവിക്കാനായിട്ട് ശ്രമിച്ചാൽ 2 നമ്മൾ തോൽക്കാനാണ് സാധ്യത, വിജയിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ ദൈവത്തെ തന്നെ സേവിക്കണം. ദൈവം തന്നെ നമ്മുടെ യജമാനനായിരിക്കണം. ദൈവം നമ്മുടെ യജമാനനാണെങ്കിൽ പണം നമ്മുടെ ദാസനായിരിക്കും. നമ്മുടെ ധനം നാം ദൈവഹിതത്തിൽ നേടുകയും ചെലവഴിക്കുകയും ഒക്കെ ചെയ്യും.
അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ദൈവമാണോ നമ്മുടെ യജമാനൻ? അങ്ങനെയാണെങ്കിൽ ദൈവഹിതത്തില് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ലഭിക്കുന്ന ഭൗതികമായിരിക്കുന്ന സമ്പത്തും അവർക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളും സാധ്യതകളും എല്ലാം അവരെ ചെലവഴിക്കും. എന്നാൽ ദൈവം നമ്മുടെ യജമാനനല്ലെങ്കിൽ നാം പണത്തിന്റെ ദാസന്മാരായിരിക്കും. പണം ഒരു ഭയാനകമായിരിക്കുന്ന യജമാനനാണ്. നാം നമ്മുടെ ജീവിതം ഒരു നിക്ഷേപമായി കാണുന്നതിന് പകരം അത് പാഴാക്കാനായിട്ട് നമ്മൾ ആരംഭിക്കും. നാം മഹത്വത്തിന്റെ വാതിലിൽ ഒരു നാൾ പ്രവേശിക്കുമ്പോൾ സ്നേഹിതന്മാർ ഇല്ലാത്തവരായിട്ട് നമ്മൾ കാണപ്പെടും. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ആരെയും നേടാനായിട്ട് സാധിക്കുകയില്ല. പണം നമ്മുടെ യജമാനായി തീർന്നാൽ നിത്യതയിൽ നമ്മൾ വലിയ ദരിദ്രരായിട്ട് മാറും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ യജമാനായിട്ടിരിക്കണം. അപ്പൊ കർത്താവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിതരായിരിക്കണം വിശ്വാസികൾ. ദൈവത്തോടുള്ള ഏകാഗ്ര ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും വ്യതിചലിക്കാനായിട്ട് പാടില്ല. അതാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് പ്രസാദകരമായ നിലയിലുള്ള ഒരു ജീവിതം. അപ്പൊ ഈ ലോകത്തില് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ വിനിയോഗിക്കാനും ദൈവരാജ്യത്തിലേക്ക് നമ്മൾ നല്ലൊരു നിക്ഷേപം സ്വരൂപിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് സ്നേഹിതന്മാരെ നേടുവാനും ശ്രമിക്കുക. ഈ സ്നേഹിതന്മാരെ നേടുന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ നമുക്കുള്ള വലിയ നിക്ഷേപം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവരാജ്യത്തിൽ ആത്മാക്കളെ നേടുന്നതിനും വളർത്തുന്നതിനും ഒക്കെ നമ്മൾ വിനിയോഗിച്ചുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നേടിയവരായിരിക്കുന്ന ആളുകൾ നമ്മളെ സ്വീകരിക്കാൻ ഉണ്ടാകും എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹവും ഒരു വലിയ നന്മയും തന്നെയാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, ധനമാണ് നമ്മുടെ യജമാനനെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഹെൻറി ഫീൽഡിംഗ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞത്, പണത്തെ നിങ്ങളുടെ ദൈവമാക്കുന്നത് നിങ്ങളെ പണത്തെ നിങ്ങൾ ദൈവമാക്കുമ്പോൾ അത് നിങ്ങളെ പിശാച് പോലെ ബാധിക്കുമെന്നാണ്. എന്നാൽ പണത്തെ നിങ്ങളുടെ ദാസനാക്കുമ്പോൾ ഇന്നത്തെ അവസരങ്ങൾ നാളത്തെ പലിശയുള്ള നിക്ഷേപങ്ങളാക്കി തീർക്കുമെന്നാണ്. ആ ഒരു ആശയത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോ പണത്തെ നമ്മുടെ ദൈവമാക്കിയാൽ പൈശാചികമായിരിക്കുന്ന നിലയിൽ പിശാച് നമ്മെ ആ നിലയിൽ നമ്മളെ ഉപയോഗിക്കാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ പണത്തെ നമ്മുടെ ദാസനാക്കിയാൽ നമ്മുടെ അവസരങ്ങളും നമ്മുടെ കഴിവുകളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യതകളും ഒക്കെ പലിശ സഹിതം സ്വീകരിക്കാൻ കഴിയുന്ന വലിയ നിക്ഷേപങ്ങളായിട്ട് തീരാൻ ഇടയായിട്ട് തീരും. അതാണ് ഈ വേദഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോ ഈ 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ളതായിരിക്കുന്ന വാക്യത്തിൽ നാം ബുദ്ധിയുള്ള കാര്യവിചാരകന്മാരായിട്ടാണോ ജീവിക്കുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. നമ്മുടെ ഭൗതിക സമ്പത്ത് നിത്യതയിലേക്ക് ആത്മാക്കളെ നേടുക, ദൈവരാജ്യത്തിന് വേണ്ടിയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് ബുദ്ധിയുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഭൗതിക സമ്പത്ത് ആത്മീകവും ശാശ്വതവുമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം വിവേകത്തോടെയും വിശ്വസ്തയോടെയും ഉപയോഗിക്കണം. ഭൗതിക സമ്പത്ത് മാത്രമല്ല, ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ സാധ്യതകളും അവസരങ്ങളും കഴിവുകളും കൃപാവരങ്ങളും എല്ലാവിധത്തിലുള്ള ദൗത്യവും നമ്മൾ വിശ്വസ്തമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. വിശ്വസ്തമായി അത് നമ്മൾ കൈകാര്യം ചെയ്യണം. അതാണ് ദൈവം കർത്താവ് ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതൊക്കെ ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു എന്നാണ്. ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ ഉപമ പറയുന്നതെങ്കിലും ശ്രോതാക്കളായി പരീശന്മാരും ഉണ്ട്. അവര് ഇത് കേട്ട് പരിഹസിച്ചു. കർത്താവ് ഈ വിശദീകരണങ്ങളൊക്കെ നൽകുന്നത് കേട്ട് അവർ പരിഹസിച്ചു. സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി അധ്വാനിക്കുന്നതും സമ്പത്ത് ചെലവഴിക്കുന്നതും
ലോകത്തിന് എന്നും ഒരു പരിഹാസം തന്നെയാണ്. എന്നാൽ ഭൗതികമായി ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അവസരങ്ങളും സാധ്യതകളും കഴിവുകളും ഉപയോഗിച്ച് ദൈവരാജ്യത്തിലേക്ക് സ്നേഹിതന്മാരെ നേടുക എന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവമായിരിക്കുന്ന തീരുമാനം എന്ന കാര്യമാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബുദ്ധിയോടെ പ്രവർത്തിച്ച കാര്യവിചാരകൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഈ ലോകത്തിലെ ഭാവിക്ക് വേണ്ടി മാത്രം കരുതുന്ന ലോക മനുഷ്യരെ പോലെ നമ്മൾ ആയിരിക്കരുത്. ദൈവരാജ്യത്തിന് വേണ്ടി നിത്യം നിലനിൽക്കുന്നതായിരിക്കുന്ന ആ ഒരു ദൈവരാജ്യത്തിൽ സമ്പത്ത് നേടുക, ആ ദൈവരാജ്യത്തിന് വേണ്ടി സ്നേഹിതന്മാരെ നേടുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപൂർവമായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വിവേകത്തോടെ ബുദ്ധിയോടെ ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ, ദൈവം യജമാനൻ എന്ന നിലയിൽ, അവന്റെ കാര്യവിചാരകന്മാരെന്ന നിലയിൽ, അവന്റെ ദാസന്മാരെന്ന നിലയിൽ ഉപയോഗിക്കാനായിട്ട്, വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബുദ്ധിപരമായിരിക്കുന്ന തീരുമാനം. അതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ വിലയേറിയ സത്യം കർത്താവ് ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാവിധ വിഭവങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അവന്റെ ഹിതപ്രകാരം നമുക്ക് ഉപയോഗിക്കാം. ദൈവരാജ്യത്തിലേക്ക് ധാരാളം ആളുകളെ നേടുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുമാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടവരായിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളുകളിൽ ഈ അവസരം വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ച് പ്രയോജനമുള്ള ദൈവരാജ്യത്തിന്റെ നല്ല ശുശ്രൂഷക്കാരായിട്ട് ജീവിക്കുവാൻ നമ്മെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളൊരു ചെറിയ ഉപമയിൽ നിന്ന് അതിന്റെ സമഗ്രമായിട്ടുള്ള വശങ്ങളിലേക്ക് ചിന്തിച്ചിറങ്ങിയപ്പോൾ ദൈവം എത്രയോ വലിയൊരു ആത്മീയ സത്യമാണ് നമ്മളോട് സംസാരിച്ചെന്ന് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് സമ്പത്തിന്റെ ഓണർഷിപ്പ്, യജമാനൻ നമ്മളാണോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ ഉടമ നമ്മളാണ് എന്നുള്ളൊരു ചിന്തയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഉള്ളത്. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് അത് ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ചിന്തയാണെന്ന് സഹോദരൻ അമുഖമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു. ഞാൻ ചിന്തിച്ചത് താങ്കൾ പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മള് ലോകത്തെ നികുതി നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിലേക്കുള്ള നികുതി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പണം നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് കിട്ടുന്നത്. പരമാവധി ഒരു 30% ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 70% എനിക്ക് ബോധിച്ച പോലെ എനിക്ക് ചെലവഴിക്കാം എന്നുള്ളൊരു ചിന്തയാണ് ലോകത്തിൽ പൊതുവെ ഉള്ളത്. എന്നാൽ അങ്കിൾ പറഞ്ഞു കർത്താവ് തരുന്ന പണം അത് എത്ര രൂപയാണെങ്കിലും അതിന്റെ 100% ഉടമസ്ഥത കർത്താവിന് തന്നെയാണ്. നമ്മൾ അതിന്റെ കാര്യവിചാരന്മാർ മാത്രമാണ്. അപ്പൊ ദശാംശം കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്ന് അങ്കിൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. 100% എമൗണ്ടും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ആളുകളെ ദൈവത്തിലേക്ക് നേടുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ ഉപമയിലൂടെ നമ്മളോട് ചോദിച്ചു. അതുപോലെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പണം അത് എത്രത്തോളം വിശ്വസ്തയോടാണ് നാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യവും നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വന്നു. പണം നേടുന്നതിൽ മാത്രമല്ല, അത് ചെലവഴിക്കുന്നതിലും അത് മിച്ചം പിടിക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും ഒക്കെ നാം ദൈവത്തോട് അതെത്ര അല്പത്തിലാണെങ്കിലും നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കേട്ടു. അവസാനമായി നമ്മൾ കേട്ടത് നമ്മുടെ ഉള്ളിലെ മനോഭാവം എന്താണ്? പണത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു. നമ്മൾ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ നേരെ ഉയർന്നു വരികയാണ്. ഉപമ പഠിക്കുമ്പോൾ ഉപമ പലപ്പോഴും നമ്മുടെ നേരെ തിരിച്ചു വെച്ചൊരു കണ്ണാടി പോലെ അത് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ദൈവവചന പഠനവും നമ്മളോട് സംസാരിക്കുന്ന പഠനമായിരുന്നു. നമ്മളോട് സംസാരിച്ച
ജോസു ഞങ്ങളിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു.